പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വീറ്റ് പൊട്ടറ്റോയെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും കമൻറ്റ് ബോക്സിൽ കൂടി ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് ആ സബ്ജക്റ്റ് തന്നെ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വെജിറ്റബിളാണ്. അതൊരു റൂട്ട് വെജിറ്റബിളാണ്. മലയാളത്തിൽ നമ്മളതിനെ മധുരക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. അതായത് അതിന് നല്ലപോലെ മധുരമുണ്ട്. അത് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിളുമാണ്. ഇംഗ്ലീഷിൽ നമ്മളതിനെ സ്വീറ്റ് പൊട്ടറ്റോ എന്നും വിളിക്കുന്നു. അതായത് അത് സ്വീറ്റുണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ അത് പൊട്ടറ്റോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സാധാരണ പൊട്ടറ്റോയുമായിട്ട് ഇതിന് വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പൊട്ടറ്റോയുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ട് ബൊട്ടാണിക്കൽ ഫാമിലിയിൽ ഉള്ള വെജിറ്റബിൾസാണ്. പൊട്ടറ്റോയേക്കാൾ കൂടുതൽ പോഷക സമൃദ്ധമായ ഒന്നാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറഞ്ഞാൽ പലരും അതിന് വൈമുഖ്യം കാണിക്കും. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർ ഇത് ഉപയോഗിക്കാൻ വളരെയധികം മടി കാണിക്കുന്നുണ്ട്. കാരണം അവർ വിചാരിക്കുന്നത് ഇതിനകത്ത് മധുരമുണ്ട്, അവരുടെ ബ്ലഡ് ഷുഗർ കൂടും എന്നൊക്കെയാണ്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ വളരെയധികം പോഷക സമൃദ്ധമായ ഒരു വെജിറ്റബിളാണ്. അതിനെപ്പറ്റി നമ്മളെല്ലാവരും അത് അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ അതിൻ്റെ പോഷക സമൃദ്ധത എന്താണ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിനകത്ത് പോഷകങ്ങൾ ധാരാളമുണ്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് നാരുകളാണ്. അതായത് ഇറ്റ് ഈസ് ഹൈ ഇൻ ഫൈബർ. അത് ഫൈബർ കൂടുതലുണ്ട്, അല്ലെ പക്ഷേ നാരുകൾ കൂടുതലുണ്ട് എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് ഈ വെജിറ്റബിൾ നമുക്ക് പ്രമേഹമുള്ളവർക്ക് ഉപയോഗിക്കാം. അവരുടെ ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് ഉയരുകയില്ല. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക് ഈ ഫൈബർ ഉള്ളതുകൊണ്ട് ഈ വെജിറ്റബിൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. കാരണം അവരുടെ വെയിറ്റ് കൺട്രോളിന് സഹായിക്കുന്ന ഒന്നാണ്. അവരുടെ വിശപ്പ് കുറയും, വയറ് പെട്ടെന്ന് ഫുൾനെസ് പോലെ തോന്നിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ കറക്റ്റ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. അങ്ങനെ നിരവധി പ്രയോജനങ്ങൾ ഈ നാരുകൾ കൂടുതലുള്ളതുകൊണ്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു തരം രാസവസ്തുക്കൾ അല്ലെ വിഷവസ്തുക്കളെ ന്യൂട്രലൈസ് ചെയ്യുവാൻ ഈ ആൻറ്റി ഓക്സിഡൻസ് വളരെ പ്രയോജനപ്പെടും. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ഷൻ കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുവാനും ഇത് വളരെയധികം സഹായിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രയോജനം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിനാണ്. അതൊരു തരം വൈറ്റമിനാണ്. ഈ ബീറ്റാ കരോട്ടിൻ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വൈറ്റമിൻ എ നമ്മുടെ കാഴ്ചശക്തിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വൈറ്റമിനാണ്. നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ ഈ വൈറ്റമിൻ എ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. പിന്നെ ഇതിനകത്ത് മറ്റ് വൈറ്റമിൻസ് ഉണ്ട്. B6, വൈറ്റമിൻ ഡി തുടങ്ങിയ മറ്റ് വൈറ്റമിൻസും കുറഞ്ഞ അളവിലാണെങ്കിലും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം ഉണ്ട് തുടങ്ങിയ ധാതുക്കളും ഇതിനകത്ത് ധാരാളമുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിനകത്ത് സോഡിയം വളരെ കുറവാണ്. ഇതിനകത്ത് കാലറി ഉണ്ട് എങ്കിലും ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് നല്ലൊരു കാർബോഹൈഡ്രേറ്റാണ്. ഇതിനകത്ത് പൊട്ടാസ്യം കൂടുതലുണ്ട്. അത് വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ബനാനയിൽ അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ അത്രയും അളവിൽ തന്നെ ഏതാണ്ട് പൊട്ടാസ്യം ഈ സ്വീറ്റ് പൊട്ടറ്റോയിലും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ബീറ്റാ കരോട്ടിൻ ഞാൻ കൂടുതലുണ്ട് എന്ന് സൂചിപ്പിച്ചു. ക്യാരറ്റിനകത്തും ബീറ്റാ കരോട്ടിനാണ് കൂടുതലുള്ളത്. ആ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന പോലെ തന്നെ ബീറ്റാ കരോട്ടിൻ ഈ നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോയിലും അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പല പ്രമേഹ രോഗികളും സംശയമുണ്ട്. കാരണം ഇതിനകത്ത് മധുരമുണ്ട്. അതുകൊണ്ട് അത് അവരുടെ ബ്ലഡ് ഷുഗർ കൂട്ടും എന്നാണ് പല പ്രമേഹ രോഗികളും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവരത് ഉപയോഗിക്കാറില്ല. പക്ഷേ പ്രമേഹ രോഗികൾക്ക് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഇതിനകത്തെ കാർബോഹൈഡ്രേറ്റ് ഒരു നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്. രണ്ടാമതായിട്ട് ഇതിനകത്ത് നാരുകൾ ധാരാളമുണ്ട്. അപ്പോൾ അത് രക്തത്തിലെ പഞ്ചസാര അധികമായിട്ട് ഉയരാതെ സംരക്ഷിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. പിന്നെ ഇതിനകത്ത് പൊട്ടാസ്യം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിക്കാം. അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ തൊലിയിലാണ് ഇതിൻ്റെ പോഷകങ്ങൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ തൊലി സഹിതം നമ്മൾ ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നാണ് പോഷക വിദഗ്ധർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജം എത്ര സ്പീഡിലാണ്
രക്തത്തിലെ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് 55-ൽ താഴെ ഇരിക്കണം. സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് 46 മുതൽ 94 വരെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുക്ക് ചെയ്യുന്നത് അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് അത് 46 മുതൽ 94 വരെ എന്ന് പറയാൻ കാരണം. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ നല്ലപോലെ 30 മിനിറ്റ് സമയം ബോയിൽഡ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അതപ്പോൾ 46 അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളൂ. അതൊരു കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അതായത് 55-ൽ താഴെയാണെങ്കിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞത് എന്ന് പോഷക വിദഗ്ധർ പറയുന്നത്. അതേ സമയത്ത് നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ 8 മിനിറ്റ് മാത്രം ബോയിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏതാണ്ട് 80-85 ഒക്കെ ആവും. അപ്പോൾ ഇത് നല്ലപോലെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറയാൻ കാരണം. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ നല്ല ഒരു വെജിറ്റബിളാണ്. നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ പുഴുങ്ങിയാണ് ഉപയോഗിക്കുന്നത്. ഈ സ്വീറ്റ് പൊട്ടറ്റോയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെ കുറവാണ് എന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് ഒട്ടും തന്നെ കൊളസ്ട്രോൾ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പോഷക ഗുണങ്ങളാണ്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് നിരവധി പോഷക ഗുണങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാണ്. പ്രമേഹമുള്ളവർക്കും ഇത് കഴിക്കാം. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം. ഇനി നാളെ മുതൽ നിങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചോ. ആ മധുരം ഉണ്ട് എന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ആരോഗ്യപരമായിട്ടും പോഷകപരമായിട്ടും വളരെയധികം മേന്മയുള്ള ഒരു റൂട്ട് വെജിറ്റബിളാണ് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ നിങ്ങൾ ഈ വിവരം എല്ലാവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.